ഇവിടെ നമ്മൾ വീട് കയറിയപ്പോൾ കിട്ടിയ അഴുക്ക് വെള്ളം പരിഹാരമാക്കുന്നില്ലെങ്കിൽ മരണം സംഭവിക്കും. സെക്രട്ടറിയെ ഏൽപ്പിക്കണോ അല്ല മേയറെ മേശപ്പുറത്തോ? കൗൺസിലറോട് പറഞ്ഞപ്പോൾ ഒരു മോശമായ ഇതുവരെ ഇല്ലാത്ത ഒരു അനുഭവമാണ്. അത് പറയാൻ വേണ്ടി മറ്റുള്ള ഇതിലും ചാനലിൽ കൂടി പറയാൻ വേണ്ടി പറ്റാത്ത വാക്കുകളാണ്. ഭീഷണി തന്നെയായിരുന്നു സംസാരം. കൊടുക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കൈ കഴുകിയാൽ മാറുന്നുണ്ട്, ഇട്ടിട്ട് മാറുന്നുണ്ട്. ഞാൻ കുപ്പിവെള്ളം മേടിച്ചിട്ടാണ് ഭക്ഷണത്തിലാക്കുന്നത്. നമുക്കിതന്നെ കുടിക്കാൻ വെള്ളം തീരെയില്ല. അപ്പോൾ ടാങ്ക് വെള്ളം കൊണ്ടുവന്നിട്ട് കുടിക്കുന്നതും അലക്കുന്നതും ചെയ്യുന്നു. കണ്ണൂർ താളിക്കാവ് ഭാഗത്തെ കിണറുകളിൽ മലിനജലം ഒഴുകിയെത്തിയുള്ള പ്രശ്നം ഇന്നലെ കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തതാണ്. ആ പ്രശ്നം ഇപ്പോഴും അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. കുടിക്കാൻ വെള്ളമില്ലാതെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ 100ഓളം വീട്ടുകാർ വലിയ ദുരിതം അനുഭവിക്കുകയാണ്. ഈ പ്രശ്നത്തിന് ശാശ്വതമായ അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ വ്യാപകമായി ചർച്ചയിലേക്ക് വരികയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഇപ്പോൾ അശ്വതി അപ്പാർട്ട്മെൻറ്റ്, ഈ താളിക്കാവിലെ അശ്വതി അപ്പാർട്ട്മെൻറ്റ് സന്ദർശിച്ചു. അവിടുത്തെ ആളുകളുമായി സംസാരിച്ചു. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ തന്നെയാണ് ആളുകൾ പറയുന്നത്. ഒരു കുളിക്കാനോ കുടിക്കാനോ പറ്റാത്ത രീതിയിൽ അസഹ്യമായ ദുർഗന്ധം വമിക്കുന്ന രീതിയിലുള്ള വെള്ളം, ആ വെള്ളമാണ് ഇപ്പോൾ കിണറുകളിലൊക്കെ തന്നെയുള്ളത്. ഈ അപ്പാർട്ട്മെൻറ്റിലെ കിണറിലും അതേ രീതിയിൽ തന്നെയുള്ള വെള്ളം. വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉടലെടുക്കുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ, M പ്രകാശൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഈ അശ്വതി അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുള്ളത്. ഈ പ്രശ്നം എന്ന് പറയുന്നത് ഈ മലിനജല ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലെ വെള്ളം ഊർന്ന് ഇറങ്ങി ഈ കിണറുകളിലേക്കൊക്കെ എത്തുന്നു എന്നുള്ളതാണ് ഒരു ആക്ഷേപമായി ഉള്ളത്. പക്ഷേ കോർപ്പറേഷൻ അധികൃതർ പറയുന്നത് ഈ മലിനജല ശുദ്ധീകരണ പ്ലാന്റിലെ വെള്ളമല്ല ഇങ്ങനെ വരുന്നത്, ഓവുചാലുകൾ ഒഴുകുന്ന വെള്ളമായിരിക്കാം എന്നുള്ള ഒരു സംശയമാണ് അവർ പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ കൗൺസിലർക്കെതിരെയും ഉയരുകയാണ്. ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റിലെ അശ്വതി അപ്പാർട്ട്മെൻറ്റിലെ രമേശ് എന്നയാൾ കൗൺസിലറെ വിളിച്ചപ്പോൾ വളരെ മോശപ്പെട്ട അനുഭവമുണ്ടായി, ഭീഷണിപ്പെടുത്തി എന്നുള്ള ആ കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ആഴ്ചക്ക് നല്ല വെള്ളം, പക്ഷേ വെള്ളം കണ്ടാൽ നല്ല വെള്ളം. കണ്ണൂർ താളിക്കാവിൽ കിണറുകളിലെ മലിനജല പ്രശ്നം അതിരൂക്ഷമായി തുടരുകയാണ്. വെള്ളിയാഴ്ച കണ്ണൂർ വിഷൻ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതോടെ വിഷയം വലിയ ചർച്ചയാവുകയും ചെയ്തു. ഓടകളിൽ നിന്ന് കിണറുകളിലേക്ക് മലിനജലം താഴ്ന്നിറങ്ങുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. പടന്നപ്പാലത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ പൈപ്പ് പൊട്ടിയാണ് മലിനജലം കിണറുകളിലേക്ക് ഇറങ്ങുന്നതെന്നാണ് സംശയം. എന്നാൽ കോർപ്പറേഷൻ ഇത് നിഷേധിക്കുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം M പ്രകാശൻ, IRPC വൈസ് ചെയർമാൻ PM സാജിദ് തുടങ്ങിയവർ താളിക്കാവിൽ സന്ദർശനം നടത്തി. നമ്മളെ ഇവരുടെ പൈപ്പ് ഏതിലൂട്ടിയ ഇതിപ്പം വേസ്റ്റ് കൊടുക്കുന്ന പൈപ്പല്ല, അതല്ല അവരുടെ ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കുന്ന ഡ്രെയിനേജ് ഭയങ്കര സ്മെല്ലാണ്. ആഴ്ചക്ക് നല്ല വെള്ളം, പക്ഷേ വെള്ളം കണ്ടാൽ നല്ല വെള്ളം. ഇത് വറ്റിച്ചിരുന്ന ഇത് ഒരു ഇത് മലത്തിന്റെ സാധാരണ വെള്ളമല്ലേ ഇത്? നേരത്തെ കൈകാര്യം ചെയ്തിട്ടില്ല. അതെ, അതുപോലെ ഉള്ളത്. പക്ഷേ വെച്ചാൽ ഇത് നാറ്റം സഹിക്കാൻ കഴിയില്ല, ഭയങ്കരമായ നാറ്റാണ്. നമ്മൾ വെച്ചാൽ ഇത് ഹോസ് ഇട്ടിട്ട് മോട്ടർ ഇട്ടിട്ട് അടിക്കുമ്പോൾ ഫുൾ പോസിൽ വരുമ്പോൾ ഭയങ്കരമായ നാറ്റാണ്. ആൾ ഓട്ടാൻ നിർന്നു നാറിയിട്ട്. ഇത് കണ്ണൂർ കോർപ്പറേഷൻ്റെ അഴുക്ക് വെള്ളം അവർ മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് ഒഴുക്കുന്ന വെള്ളം അത് ഈ കിണറ്റിലേക്ക് ലീക്കേജ് വഴി വരികയാണ്. യഥാർത്ഥത്തിൽ അതാണ് ഈ 22 കുടുംബങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റ് നിവാസികൾ നേരിടുന്ന പ്രശ്നം. ഈ പ്രശ്നം
കോർപ്പറേഷൻ കൗൺസിലറുടെ താളിക്കാവ് കൗൺസിലറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്ലാറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റിനെ ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്ന അപരിഷ്കൃതമായ ഒരു നടപടിയാണ് സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ ജനപ്രതിനിധികൾ ചെയ്യേണ്ടത് ഞങ്ങളിപ്പോൾ ഇവരറിഞ്ഞുകൂടെ എത്തിയതുപോലെ ഉടൻ എത്തുകയും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള പരിശ്രമം നടത്തുകയുമാണല്ലോ വേണ്ടത്. കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ വരികയും ഇവിടെ നിന്നും വെള്ളം സാമ്പിളായി എടുക്കുകയും പരിശോധിക്കുകയും ചെയ്തപ്പോൾ ഇത് കുടിക്കാൻ ഉപയോഗിച്ചുകൂടാ എന്നവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അടിയന്തരമായും കോർപ്പറേഷൻ അധികൃതർ ചെയ്യേണ്ടത് ഇതിലേക്ക് അഴുക്ക് വെള്ളം ഒഴുകുന്നത് എവിടെ നിന്നാണോ ആ അഴുക്ക് വെള്ളം തടയേണ്ടതുണ്ട്, അതിൻ്റെ ലീക്കേജ് തടയേണ്ടതുണ്ട്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ മനസ്സിലായത് ഈ താളിക്കാവ് പരിസര പ്രദേശത്തുള്ള ഏതാണ്ട് 100ഓളം വീടുകളിലെ കിണറുകളിൽ അഴുക്ക് വെള്ളം കോർപ്പറേഷനിലെ മലിനജല പ്ലാന്റിലേക്ക് ഒഴുക്കുന്ന വെള്ളം ഒഴുകി വരികയാണ്. ഇതായിരുന്നില്ല അത്തരമൊരു പ്ലാന്റ് നിർമ്മിക്കുമ്പോൾ ലക്ഷ്യമിട്ടത്. പ്ലാന്റ് നിർമ്മിക്കുമ്പോൾ ലക്ഷ്യമിട്ടത് കണ്ണൂർ കോർപ്പറേഷനിലെ അഴുക്ക് വെള്ളം അത് പ്ലാന്റിലെത്തിക്കുകയും സംസ്കരിക്കുകയും മാലിന്യം ഒഴിവാക്കുകയും ചെയ്യുക എന്നതായിരുന്നു. ഇപ്പം ചെയ്യുന്നത് ആ മഞ്ചപ്പാലത്തെ തോടിലൂടെ, പടന്ന തോടിലൂടെ അഴുക്ക് വെള്ളം ഒഴുക്കുന്നു. മാലിന്യ പ്ലാന്റ് എന്ന് പറയുന്നത് ഒന്നും നിഷ്ക്രിയമായി നിൽക്കുന്നു. സമീപ വീടുകളിലെല്ലാം അഴുക്ക് വെള്ളം ഒഴുകുന്നു. ഇത് മനുഷ്യന്മാരുടെ ജീവനെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അടിയന്തരമായും കോർപ്പറേഷൻ ഇതിന്മേൽ നടപടി സ്വീകരിക്കണം. ഇതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ. ഈ വെള്ളം മണപ്പിച്ച് നോക്കുമ്പോൾ ദുർഗന്ധം തന്നെയാണ് ഇതിൻ്റെ അകത്ത്. ഇതിപ്പോൾ ഈ വെള്ളം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേഷനിലെത്തിക്കും. ആ കോർപ്പറേഷൻ കമ്മീഷണർക്ക് ഈ വെള്ളം അദ്ദേഹം ഒന്ന് കുടിച്ചു നോക്കുമെങ്കിൽ ഞങ്ങളും കുടിക്കാം എന്ന് അദ്ദേഹത്തോട് പറയും, അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ. കാരണം ഇതിങ്ങനെ വിടാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. താളിക്കാവ് അശ്വതി അപ്പാർട്ട്മെന്റിലെ കിണറ്റിലെ വെള്ളം പൂർണ്ണമായും ഉപയോഗശൂന്യമായി. ഇവിടുത്തെ നിരവധി കുടുംബങ്ങളാണ് വെള്ളം കിട്ടാതെ അലയുന്നത്. ഈ പ്രശ്നം പറഞ്ഞപ്പോൾ കൗൺസിലർ അജിത് പാറക്കണ്ടി മോശമായി സംസാരിച്ചുവെന്ന് അപ്പാർട്ട്മെന്റിലെ രമേശ് പറഞ്ഞു. കൗൺസിലറിൽ നിന്നും ഭീഷണി വരെ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടുത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് വാക്കുകൾക്കും അതീതമാണ്. നമ്മളോടൊപ്പം അശ്വതി അപ്പാർട്ട്മെൻറ്റിലെ രമേശ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ വലിയ പ്രതിസന്ധി എന്ന് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതാണ് കണ്ണൂർ വിഷൻ. അതിൽ എന്താണ് ഇവിടുത്തെയൊക്കെ ഒരു അവസ്ഥ എന്താണ്? ഇവിടെ ഇപ്പം നമ്മൾ പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവരികയാണ് വാട്ടർ ടാങ്ക് വഴി. അതുകൂടാതെ കുടിക്കേണ്ട വെള്ളം ഇതിൽ ബോട്ടിലാക്കിയിട്ട് അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ള ഈ കൗൺസിലർ പറഞ്ഞപ്പോൾ മോശമായ അനുഭവം ഉണ്ടായോ? കൗൺസിലറോട് പറഞ്ഞപ്പോൾ ഒരു മോശമായ ഇതുവരെ ഇല്ലാത്ത ഒരു അനുഭവമാണ്. ഇതുവരെയുള്ള എന്തായിരുന്നു പറഞ്ഞത്? അത് പറയാൻ വേണ്ടി ഇതിൽ ചാനലിൽ കൂടി പറയാൻ വേണ്ടി പറ്റാത്ത വാക്കുകളാണ് ഉപയോഗിച്ചത്. അത് ഞാനിപ്പോൾ ഏതായാലും തൽക്കാലം ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. മോശം അനുഭവം ഉണ്ടായി. ഈ കൗൺസിലർ ഇതുവരെ മുമ്പ് ഉണ്ടായ കൗൺസിലർമാരായ വിനോദ്, നജിമുത്ത, പിന്നെ രഞ്ജിത്ത്, പിന്നെ ചിത്തിര, അവരെ എല്ലാം കവച്ചു വെക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളാണ്. ഇപ്പോഴും നമുക്ക് വിനോദിനോടോ അല്ലെങ്കിൽ രഞ്ജിത്തിനോടോ എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ സഹായങ്ങൾ അവരിപ്പോഴും ചെയ്തു തരുന്നുണ്ട്, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇതെങ്ങനെയാണെന്നുള്ള ഏതുള്ള എനിക്ക് അജിത്തിനായിട്ടുള്ള ഒരു അനുഭവം ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്തു. അത്രയും മോശപ്പെട്ട ആയിരുന്നു. ഭീഷണി ഉണ്ടായോ? ചെറിയ വിധത്തിലുള്ള ഭീഷണി, ചെറിയതല്ല, ഭീഷണി തന്നെയായിരുന്നു സംസാരം. എന്താണ് ഭീഷണി? ഭീഷണി അത് മോശമല്ലേ? ഒരു ജനപ്രതിനിധിയെ പറ്റി പറയുന്നത്, ഞാൻ പുറത്തിങ്ങനെ പറയുന്നത് മോശമല്ലേ? അത് ഭീഷണി ഉണ്ട്. അതോറിറ്റിൻ്റെ അടുത്ത് എന്തായാലും ഞാൻ പറയും, അത് പറയും. കുടിക്കാൻ വെള്ളം ഇല്ലാത്തൊരവസ്ഥ എന്തായാലും ഉണ്ട്. ഇപ്പോഴും അത് നിങ്ങൾ സംശയിക്കുന്ന കാരണം എന്താ? ഇപ്പം സംശയിക്കുന്ന കാരണം വെച്ചാൽ, കാരണം ഇതുവരെ ഇത്രയും നമ്മൾ 10-20 വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. നല്ല കോരി പെയ്യുന്ന മഴയത്ത് വരെ വെള്ളം ഇങ്ങനെ കിണറിലേക്ക് വന്നിട്ടില്ല. ഈ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ രാത്രി, ഞായറാഴ്ച ശരിക്കും ഞങ്ങൾ കണ്ടത് രാവിലെ ഈ ഓവുചാലിലെ കൂടി വെള്ളം ഒഴുകുന്നത്. ആ വെള്ളം നമ്മൾ കണ്ട ഉടനെ തന്നെ കൗൺസിലർ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഒരു വല്ലാത്ത ദുർഗന്ധം വമിക്കുന്ന വെള്ളമായിരുന്നു.
ഈ മലിനജല ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നുള്ള വെള്ളം തന്നെയാണെന്നാണോ സംശയം? അതാണോ എന്താണെന്ന് എനിക്കത് ആധികാരികമായി പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഓവിലെ കൂടി ഇറങ്ങിയ വെള്ളമാണ്. കാരണം വെച്ചാൽ വെള്ളം കിണർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഈ വെള്ളം ഒഴുകി വരുന്നുണ്ടെന്നുള്ളതാണ്. വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നതെന്ന് മറ്റ് താമസക്കാരും പറഞ്ഞു. വെള്ളം കിട്ടുന്നുണ്ട്. ഭയങ്കര തീട്ടമാണോ? ആ, അത് കുടിക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കൈ കഴുകിയാലും നാറുന്നുണ്ട്, തിട്ടം നാറുന്നുണ്ട്, കുടിച്ചാലും നാറുന്നുണ്ട്, പിന്നെ വീട് എല്ലാം നാറുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് തന്നെ കുടിക്കാൻ വെള്ളം തീരെയില്ല. ഇപ്പോൾ ടാങ്ക് വെള്ളം കൊണ്ടുവന്നിട്ട് കുളിക്കുകയും അലക്കുകയും ചെയ്യുന്നുണ്ട്. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പാത്രം കഴുകാനെല്ലാം ആ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. കുടിക്കേണ്ട വെള്ളം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നു. ഇവർ ഒറ്റക്കാ. ഞാൻ കുപ്പിവെള്ളം മേടിച്ചിട്ടാണ് ഭക്ഷണത്തിലാക്കുന്നത്. അത്രയ്ക്ക് വിഷമിക്കും. വല്ലാതെ നാറ്റം, കുളിക്കാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം കുളിച്ചു പോയിന്, ഒന്ന് പറഞ്ഞ് ഡെറ്റോളം ഒഴിച്ച് നോക്കി, വെള്ളം എന്താ വെള്ളം ഇങ്ങനെ നാറുന്നു. പിന്നെ ആരോട് പറയാനോ? അപ്പോൾ ഇവരോട് പറഞ്ഞ് താളിക്കാവ് ഭാഗത്തു നിന്നും ശേഖരിച്ച ആ മലിനജലവുമായി ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനും അതോടൊപ്പം തന്നെ CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം M പ്രകാശൻ മാസ്റ്റർ, PM സാജിദ് ഉൾപ്പെടെയുള്ള ആളുകൾ കോർപ്പറേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഈ വെള്ളം അവരുടെ മുന്നിൽ സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ എത്തിയിട്ടുള്ളത്. സെക്രട്ടറിയെ കാണുക, മേയറെ കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് എത്തിയിട്ടുള്ളത്. അവിടെ നമ്മൾ വീട് കയറിയപ്പോൾ കിട്ടിയ അഴുക്ക് വെള്ളം പരിഹാരമാക്കുന്നില്ലെങ്കിൽ മരണം സംഭവിക്കും. സെക്രട്ടറിനെ ഏൽപ്പിക്കണോ അല്ല മേയറെ മേശപ്പുറത്തോ? നിസ്സാരമല്ല. ഒരാൾക്കിപ്പം വെള്ളം കുടിച്ചിട്ട് വെള്ളം നമ്മൾ സപ്ലൈ ചെയ്യാം, ഏത് മറ്റത് പരിഹാരമാകുന്നത് വരെ. പെട്ടെന്ന് റെമഡി ഉണ്ടായിന്ന് വരില്ല. ഇതാ വെള്ളം സപ്ലൈ അതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ആണോ? വാട്ടർ അതോറിറ്റിൻ്റെ ആളുണ്ടോ ഇതിനകത്ത്? വാട്ടർ അതോറിറ്റിയിലല്ല, വാട്ടർ അതോറിറ്റിയിലല്ല, നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. കിണറിൽ നിന്ന് കിട്ടിയ വെള്ളം നമുക്കിത് എൻ്റെ കയ്യൊന്നും ഒന്ന് മുത്തുമാരിയമ്മൻ കോവില്, മറ്റൊന്ന് നമ്മുടെ അശ്വതി അപ്പാർട്ട്മെന്റ്. രണ്ട് സ്ഥലത്ത് കിണറിലെ വെള്ളം ഇത്. അതൊക്കെ തുറന്നിട്ട് വലിയ വഴിയില്ല, അത്ര ഗുരുതരാണ്. അതിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 വീടുകളിൽ അവിടെ നമ്മൾ പിന്നെ വെള്ളം നമ്മൾ സപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ഗുരുതരമായിരിക്കും. അശ്വതി അപ്പാർട്ട്മെന്റ് കൊടുക്കുന്നില്ല. അശ്വതി അപ്പാർട്ട്മെന്റിൽ കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഏതായാലും നിങ്ങൾ യോഗം ചേർത്തിട്ട് അടിയന്തരമായിട്ട് ഒരു പരിഹാരത്തിൽ കാണുന്നില്ലെങ്കിൽ ഗുരുതരമായ സ്ഥിതി. കുറച്ച് സീരിയസ് ആണ്. നമ്മളിപ്പോൾ അതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല, ഞാനും കാണുന്നില്ല. നമ്മളത് കൂട്ടായി പരിശ്രമിച്ച് പരിഹരിക്കണം അടിയന്തരം. ഇല്ലെങ്കിൽ 100ഓളം വീടുകളിൽ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്നുള്ള ഭയമാണുള്ളത്. ഇതെല്ലാം അങ്ങോട്ട് ഹോട്ടൽ കുറേ എണ്ണം പൂട്ടിയല്ല, അറിയാതെ കുറച്ച് പൂട്ടി. അതുകൊണ്ട് ഒന്ന് അതീവ ഗൗരവത്തിലെടുക്കും. വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്ന പരിഹാരം. ഓക്കെ. വെള്ള സപ്ലൈ മറ്റൊന്ന് പരിഹാരം. വാട്ടർ അതോറിറ്റിക്കാരോട് നമ്മൾ സംസാരിക്കുന്നില്ല. താളിക്കാവിൽ നിന്നും ശേഖരിച്ച മലിനജലം മേയറുടെ മുറിയിൽ വെച്ചാണ് MV ജയരാജനും സംഘവും മടങ്ങിയത്. ഇത് രാഷ്ട്രീയ വിഷയമല്ലെന്നും കോർപ്പറേഷൻ അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടണമെന്നും MV ജയരാജൻ കോർപ്പറേഷൻ അധികൃതരോട് പറഞ്ഞു. താളിക്കാവ് ഭാഗത്തെ കിണറുകളിൽ എങ്ങനെയാണ് ഇത്രയും മലിനജലം ഊർന്നിറങ്ങുന്നത് എന്ന് കണ്ടെത്താനുള്ള ഒരു പരിശോധന വേണം എന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ കോർപ്പറേഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടത്. ഈ പ്രശ്നത്തിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടപടി ആരംഭിച്ചു കഴിഞ്ഞു എന്ന മറുപടിയാണ് കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ MV ജയരാജനോട് പറഞ്ഞത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.